നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരായ പുരുഷന്മാരുടെ ഇടയിൽ പോലും ലൈംഗിക പ്രശ്നങ്ങളായ ശീഘ്രസ്ഖലനവും ഉദ്ധാരണമില്ലായ്മയും ഒക്കെ വളരെ കോമൺ ആണ്. ഇതെൻ്റെ അടുക്കൽ കൺസൾട്ടേഷന് വരുന്ന പല പുരുഷന്മാരെയും അതിശയിപ്പിക്കാറുള്ള ഒരു കാര്യമാണ്. പലരും എന്നോട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, ചേട്ടാ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുക്കൽ പോയി ചെക്കപ്പും ബ്ലഡ് ടെസ്റ്റും ഒക്കെ നടത്തി ഒരു കുഴപ്പവുമില്ല, എഴുതി തന്ന മരുന്നുകളുമൊക്കെ കഴിച്ചു, എന്നിട്ടും പിന്നെയും എന്താണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്? ഞാൻ ഈ പറയുന്നത് കേട്ടിരിക്കുന്ന നിങ്ങൾക്കും ഇതേ ചോദ്യം തന്നെ ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. മരുന്നുകൾ ചികിത്സിക്കുന്നത് രോഗങ്ങളും ലക്ഷണങ്ങളുമാണ്, കാരണങ്ങളല്ല. ബഹുഭൂരിഭാഗം ലൈംഗിക പ്രശ്നങ്ങളും, അതായത് ഏകദേശം 80 മുതൽ 90% വരെയുള്ള ലൈംഗിക പ്രശ്നങ്ങളും രോഗങ്ങളല്ല. അതുകൊണ്ട് തന്നെ അതിന് നിങ്ങളുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യവുമായിട്ട് യാതൊരു ബന്ധവും പലപ്പോഴും ഉണ്ടാകാറില്ല. അപ്പോൾ വെറുതെ മരുന്ന് കഴിച്ചതുകൊണ്ട് മാത്രം എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക അവയവം എന്ന് പറയുന്നത് നിങ്ങളുടെ ജനനേന്ദ്രിയങ്ങളല്ല, നിങ്ങളുടെ മനസ്സാണ്. ഈ മനസ്സെന്ന് പറയുന്ന പ്രതിഭാസം നിങ്ങളുടെ ഈ കൈ ചലിപ്പിക്കുന്നത് പോലെ ഒരു പൂർണ്ണ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവയവമല്ല. അതുകൊണ്ടാണ് ലൈംഗിക പ്രശ്നങ്ങൾക്ക് മരുന്നുകൾ കഴിച്ചിട്ട് പലപ്പോഴും വർക്ക് ആകാത്തത്. മാത്രവുമല്ല, പല മരുന്നുകൾക്കും വളരെ ദൂഷ്യമായിട്ടുള്ള സൈഡ് ഇഫക്റ്റുകളുമുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് ഒരു മാർഗം? നിങ്ങളുടെ പ്രധാന ലൈംഗിക അവയവമായ മനസ്സിന് വേണ്ടത് മരുന്നുകളല്ല, മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ്. എന്താണ് ഈ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത്? അതായത് നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്ന ലൈംഗികതയെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ തിരുത്താനുള്ള ഒരു സന്നദ്ധത. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഈ ഒരു സന്നദ്ധത നിങ്ങൾക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്ന ലൈംഗികതയെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളുടെ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്ന ഒരു സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം ആദ്യമേ വേണം. ഡോക്ടർമാർക്ക് പോലും ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ രാജ്യത്ത് സാധാരണക്കാർക്ക് ലൈംഗിക വിദ്യാഭ്യാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ ഒരു പ്രതിസന്ധി ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും. നല്ല അടപ്പായസത്തിൻ്റെ സ്വാദ് ഒരിക്കൽ പോലും അടപ്പായസം കഴിക്കാത്ത ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ പറ്റുമോ? അത് കഴിക്കാത്തോളത്തോളം കാലം ആ വ്യക്തിക്ക് തനിക്ക് എന്താണ് നഷ്ടമാകുന്നത് എന്ന് മനസ്സിലാകത്തില്ല. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം. അത് നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈംഗികതയെ പറ്റിയുള്ള കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് ലോകാരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് സെക്ഷൽ മെഡിസിൻ ഉൾപ്പെടെയുള്ള സയന്റിഫിക് ബോഡീസുകളും പറയുന്നത്, നിങ്ങൾക്ക് ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ ആദ്യമേ കാണേണ്ടത് ഡോക്ടറിനെയോ സൈക്കോളജിസ്റ്റിനെയോ ഒന്നുമല്ല, മറിച്ച് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസത്തിൽ പ്രാവീണ്യമുള്ള ഒരു സെക്ഷുവാലിറ്റി എക്സ്പെർട്ടിനെ വേണമെന്ന്. എന്നെ സമീപിക്കുന്ന പുരുഷന്മാരുടെ ലൈംഗിക പ്രശ്നങ്ങൾ ഡോക്ടറിൻ്റെ അടുക്കലോ സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കലോ ഒക്കെ പോയി ചികിത്സിച്ചിട്ട് മാറാത്തത് അതുകൊണ്ടാണ്. കാരണം ഈ പുരുഷന്മാർക്ക് വേണ്ടത് ചികിത്സയല്ല, ലൈംഗികതയെ പറ്റിയുള്ള ശരിയായ അറിവും കാഴ്ചപ്പാട് മാറ്റാനുള്ള ഒരു മനസ്സുമാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന പുരുഷന്മാരുടെ ഇടയിലെ ലൈംഗിക പ്രശ്നമായ ശീഘ്രസ്ഖലനം അത്തരത്തിൽ ഒരു കാഴ്ചപ്പാട് മാറ്റേണ്ടതായിട്ടുള്ള ഒരു ലൈംഗിക ബുദ്ധിമുട്ടാണ്. അതിന് സന്നദ്ധത കാണിക്കുന്നവർക്ക് ഈ ശീഘ്രസ്ഖലനം സംഭവിക്കാതെ ഏകദേശം 10 ഇരട്ടി നേരം നീണ്ടു നിൽക്കാൻ സഹായിക്കുന്ന ഒരു വിദ്യ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്ററും സെക്ഷുവൽ ഹെൽത്ത് കൺസൾട്ടൻറ്റുമാണ്. എന്താണ് ഈ ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത്? ഒരു പുരുഷൻ അവൻ ആഗ്രഹിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിൽ ഏർപ്പെടുമ്പോൾ 1 മിനിറ്റിനുള്ളിലോ ഒക്കെ ഒരു ഇജാക്കുലേഷൻ അല്ലെങ്കിൽ സ്ഖലനം സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ശീഘ്രസ്ഖലനം എന്ന് വിശേഷിപ്പിക്കാം. ഇന്ത്യയിൽ ഇത് ഏകദേശം 30% പുരുഷന്മാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ശീഘ്രസ്ഖലനം സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ മനസ്സാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക അവയവം എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ ശീഘ്രസ്ഖലനം. ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്, പല പുരുഷന്മാരും കൗമാരപ്രായത്തിൽ സ്വയംഭോഗം ചെയ്യുമ്പോൾ ആരും കാണരുത്, പിടിക്കരുത് എന്നൊക്കെയുള്ള ചിന്തയിൽ പെട്ടെന്ന് ചെയ്ത് അവസാനിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ ഒരു മനസ്സിൻ്റെ ശീലമാണ് പിന്നീട് പങ്കാളിയുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോൾ ഒരു ശീഘ്രസ്ഖലനമായിട്ട് മാറുന്നത്. ഈ മനസ്സിൻ്റെ ഒരു പ്രശ്നം, നിങ്ങൾ ഒരിക്കൽ സെക്സിൽ ഏർപ്പെട്ടപ്പോൾ ശീഘ്രസ്ഖലനം സംഭവിക്കുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾ പിന്നീട് എല്ലാ തവണയും സെക്സിൽ ഏർപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സ് വീണ്ടും ശീഘ്രസ്ഖലനം സംഭവിക്കുമോ എന്നോർത്ത് ടെൻഷൻ അടിക്കാൻ തുടങ്ങും. ഈ വണ്ടിയുടെയൊക്കെ ആക്സിലറേറ്ററിൽ കാലുകൊണ്ട് ചവിട്ടി പിടിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ നടക്കുന്നത്. അങ്ങനെ അവിടെ വീണ്ടും ഒരു ശീഘ്രസ്ഖലനം സംഭവിക്കുകയും ചെയ്യും. ഇതൊരു വൃത്തം മാതിരി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു കെണിയിൽ നിന്നും രക്ഷപ്പെടാൻ പല മാർഗങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും ഫലപ്രദവും സൈഡ് ഇഫക്റ്റുകൾ ഒന്നുമില്ലാത്തതുമായിട്ടുള്ള മാർഗം ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി ചില സ്വഭാവ മാറ്റങ്ങൾ വരുത്തുകയാണ്. പക്ഷേ ഈ സ്വഭാവ മാറ്റം എന്ന് പറയുമ്പോൾ തന്നെ പല പുരുഷന്മാർക്കും അത്ര ദഹിക്കാറില്ല. കാരണം ഇത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ അവർ എളുപ്പമുള്ള മാർഗം തേടി പോകും. അതായത് ഡോക്ടർമാരുടെ അടുക്കൽ ചെന്ന് മരുന്ന് കഴിക്കുക എന്നുള്ളത്. നിങ്ങളിൽ എത്ര പേർക്കറിയാം ഈ ശീഘ്രസ്ഖലനത്തിന് കഴിക്കുന്ന മരുന്നുകൾ നിങ്ങളുടെ ബ്രെയിനിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം? അതുകൊണ്ട് തന്നെ ഈ മരുന്നുകൾ കഴിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. മാത്രവുമല്ല, ഈ മരുന്നുകൾക്ക് താൽക്കാലികമായിട്ടുള്ളൊരു പരിഹാരം മാത്രമേ നൽകുവാൻ സാധിക്കത്തുള്ളൂ. മരുന്നുകൾ നിർത്തി കഴിയുമ്പോൾ ഈ ശീഘ്രസ്ഖലനം തിരിച്ചു വരികയും ചെയ്യും.
ഈ ശീഘ്രസ്ഖലനത്തിന് മരുന്ന് കഴിക്കുന്ന ചില പുരുഷന്മാരിൽ ലൈംഗിക താല്പര്യം തന്നെ കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. വേറെ ചില പുരുഷന്മാരിൽ സ്ഖലനം തന്നെ സംഭവിക്കാതിരുന്നേക്കാം. ഈ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നൊക്കെ പറയുന്ന പോലെയുള്ള അവസ്ഥ. അപ്പോൾ ഈ ശീഘ്രസ്ഖലനം മരുന്നുകൾ കഴിച്ച് പരിഹരിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്ന പുരുഷന്മാർ ഇതിൻ്റെ സൈഡ് എഫക്റ്റുകളെ പറ്റി കൂടെ അറിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ഇന്ന് പല വികസിത രാജ്യങ്ങളിലും ഈ ശീഘ്രസ്ഖലനം മരുന്നുകളൊന്നും കൂടാതെ പരിഹരിക്കുവാൻ മെഡിക്കൽ ഗൈഡ് ലൈൻസുകൾ നിർദ്ദേശിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങളിലുണ്ടാക്കി അവർ പുറത്തു പറയാൻ മടി കാണിക്കുന്ന ലൈംഗിക പ്രശ്നങ്ങൾ നാണക്കേടോ കുറ്റബോധമോ അപമാന ഭയമോ ഒന്നും കൂടാതെ സ്വകാര്യതയിൽ സുരക്ഷിതമായിട്ട് പങ്കുവെച്ച് മരുന്നുകൾ ഒന്നും കൂടാതെ പരിഹാരം കണ്ടുപിടിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് വിവോക്സിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിലൊന്ന്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മരുന്നുകളൊന്നും ഉപയോഗിക്കാത്ത മാർഗത്തിൽ നിങ്ങളുടെ സ്വയംഭോഗ ശൈലി നേരെയാക്കാനുള്ള പരിശീലനം മുതൽ നിങ്ങളുടെ സ്ഖലനത്തെ നിയന്ത്രിക്കുന്ന മസിൽസുകളുടെ കീഗൽ എക്സർസൈസുകൾ വരെ ഉൾപ്പെടും. അപ്പോൾ ഈ മാർഗ്ഗങ്ങളെപ്പറ്റി വിശദമായിട്ട് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ ശീഘ്രസ്ഖലനം നേരിടുന്ന പുരുഷന്മാരിൽ, അതായത് 1 മിനിറ്റോ അല്ലെങ്കിൽ അതിൽ താഴെയോ മാത്രം നീണ്ടു നിൽക്കുന്ന പുരുഷന്മാരിൽ അവരുടെ ദൈർഘ്യം 10 ഇരട്ടി വരെ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വിദ്യയെ പറ്റിയാണ്. ഇത് നിങ്ങളുടെ മറ്റ് എക്സർസൈസുകളുമായിട്ട് ചേർന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യയാണ്. ഇതിൻ്റെ പേരാണ് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എക്സർസൈസസ് അഥവാ ബെല്ലി ബ്രീത്തിങ്. നിങ്ങളുടെ ശരീരത്തിലെ ഡയഫ്രം എന്ന് വിളിക്കുന്ന വലിയ പേശികളെ ഉപയോഗിച്ച് ശ്വസിക്കുന്ന ഒരു വ്യായാമ രീതിയാണിത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം ഇതിൽ എന്താണ് ഇത്ര വലിയ കാര്യമെന്നൊക്കെ. ഈ കീഗൽ എക്സർസൈസുകൾ ചെയ്തിട്ടുള്ളവർക്കറിയാം ഇത് ആ മൂത്രമൊഴിക്കുവാനും നിയന്ത്രിക്കുവാനും ഒക്കെ സഹായിക്കുന്ന ആ പെൽവിക് ഫ്ലോർ മസിൽസുകളെ നേരിട്ട് ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ് എന്ന്. ഇത് ചെയ്യുന്നത് പുരുഷന്മാർ അവരുടെ മൂത്രമൊഴിക്കുന്ന മസിൽസുകളെ തുടരെ മൂത്രമൊഴിക്കുന്നതായിട്ടും നിർത്തുന്നതായിട്ടുമൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ ഈ ഡയഫ്രം ഉപയോഗിച്ച് ശ്വസിക്കുന്ന ഒരു വ്യായാമ രീതി നിങ്ങളുടെ പെൽവിക് ഫ്ലോർ പേശികളെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ശക്തിപ്പെടുത്തുന്നത്. അതായത് ആ ശ്വാസവ്യായാമം വഴി നിങ്ങളുടെ വയറിലൂടെ ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദത്തിലൂടെ. അതുകൊണ്ടാണ് ഇതിനെ ബെല്ലി ബ്രീത്തിങ് എന്നും പറയുന്നത്. ഇനി ഇത് ചെയ്യേണ്ട വിധം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു കൈ നിങ്ങളുടെ വയറ്റിലും മറ്റേ കൈ നിങ്ങളുടെ നെഞ്ചത്തും വയ്ക്കുക. അതിനുശേഷം കണ്ണുകൾ അടച്ച് നിങ്ങളുടെ മനസ്സും ശരീരവും ശാന്തമാക്കുക. എന്നിട്ട് പതുക്കെ ശ്വാസം ഉള്ളിലോട്ടെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഓരോ തവണയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ വയറ് ബലൂൺ പോലെ വീർക്കുന്നത് നിരീക്ഷിക്കുക. ഈ ഒരു എക്സർസൈസ് നിങ്ങൾ എല്ലാ ദിവസവും 10 പ്രാവശ്യം 2 തവണയായിട്ട് നിങ്ങളുടെ കീഗൽ എക്സർസൈസിനോടൊപ്പം ചെയ്യുക. എന്താണ് അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന ഒരു ഗുണം? ഈ ശീഘ്രസ്ഖലനം സംഭവിക്കുന്ന പുരുഷന്മാരിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വണ്ടിയുടെയൊക്കെ ആക്സിലറേറ്ററിൽ കാലുകൊണ്ട് ചവിട്ടി പിടിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് ഉണ്ടാക്കുന്നത്. ഈ ഡയഫ്രത്തിലൂടെയുള്ള ശ്വാസവ്യായാമം പ്രവർത്തിക്കുന്നത് വണ്ടിയുടെ ബ്രേക്ക് മാതിരിയാണ്. അങ്ങനെ അത് ഉടനടി സംഭവിക്കാൻ സാധ്യതയുള്ള ആ സ്ഖലനത്തെ തടയുകയും നിങ്ങളെ നീണ്ടു നിൽക്കാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യും. പഠനങ്ങൾ പ്രകാരം ഈ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്ത പുരുഷന്മാരിൽ 8 ആഴ്ചകൾക്ക് ശേഷം വെറും 30 സെക്കൻഡ് മാത്രം ലാസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്ന പുരുഷന്മാർക്ക് 5 മിനിറ്റ് വരെ നീണ്ടു നിൽക്കാൻ സാധിച്ചു എന്നാണ് കണ്ടെത്തിയത്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ദൈർഘ്യം 1 മിനിറ്റ് ആണെങ്കിൽ ഈ ഒരു വ്യായാമത്തിലൂടെ അത് 10 മിനിറ്റ് വരെ എത്തിക്കാൻ സാധിച്ചേക്കും എന്ന്. അപ്പോൾ എന്താ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.